8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാമല്ലേ. ക്വസ്റ്റ്യൻസ് 1 to 5. Read the passage from the story The Merchant of Venice and answer the following question. ഈ താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ. ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന പാഠഭാഗത്തിലത്തെയാണ്. സോ അത് വായിച്ചു നോക്കി താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അതേ പാസേജ് തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ആന്റോണിയോ വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ് മെർച്ചൻ്റ് ഇൻ ദി ടൗൺ ഓഫ് വെനീസ്. ആന്റോണിയോ എന്ന് പറയുന്നത് വെനീസ് എന്ന ടൗണിലെ ഒരു യങ് ആയിട്ടുള്ള, അതുപോലെ സത്യസന്ധനായിട്ടുള്ള ഒരു ആരാണ്? മെർച്ചൻ്റ് ആണ്, വ്യാപാരിയാണ്, കച്ചവടക്കാരനാണ് അല്ലേ. ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും കൈൻഡസ്റ്റ് ആയിട്ടുള്ള, നല്ല ദയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ, ആളുകളൊക്കെ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനായിട്ട് ആന്റോണിയോ എപ്പോഴും ചെല്ലുമായിരുന്നു. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ് ബൈ ഓൾ ഹിസ് ഫെല്ലോ സിറ്റിസൺ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആന്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട് ബെസാനിയോ. ആന്റോണിയോക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. ആരാണ്? ബെസാനിയോ. ഹി വാസ് എ നോബിൾ വെനീഷ്യൻ. ഒരു നോബിൾ ആയിട്ടുള്ള, ഒരു കുലീനമായിട്ടുള്ള ഒരു വെനീഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹവും. ഹി വാസ് നോട്ട് വെരി റിച്ച്. അദ്ദേഹം ഭയങ്കര റിച്ച് ഒന്നും അല്ലായിരുന്നു. ഹി ഹാഡ് ലിവ്ഡ് എ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്ക്വാൻഡേർഡ് ഓൾ ദ ലിറ്റിൽ മണി ഹി ഹാഡ്. അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഭയങ്കര ലക്ഷറിയസ് ലൈഫായിരുന്നു അല്ലേ. ഭയങ്കര അടിച്ച് പൊളിച്ചുള്ള ജീവിതം ജീവിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന പണം മുഴുവനും അദ്ദേഹം ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. Whenever he wanted money, Antonio helped him. അതുകൊണ്ട് തന്നെ ബെസാനിയോക്ക് എപ്പോൾ പണം ആവശ്യം വന്നാലും ആന്റോണിയോയാണ് അവനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇറ്റ് സീംഡ് ദേ ഹാഡ് ബട്ട് വൺ ഹേർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ? ഒരേ ഹൃദയവും അതുപോലെ ഒരു ഹൃദയവും അതുപോലെ ഒരു പേഴ്സും പോലെയാണ് അവർ ജീവിച്ചിരുന്നത് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് അല്ലേ. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ഹു വാസ് ആന്റോണിയോ? ആരായിരുന്നു ആന്റോണിയോ? ഓക്കെ, ആന്റോണിയോ ആരാന്ന് ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അല്ലേ. ആന്റോണിയോ വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ് മെർച്ചൻ്റ് ഇൻ ദ ടൗൺ ഓഫ് വെനീസ്. Okay, then second question, why was Antonio known as the kindest man ever lived? ഇതുവരെ ജീവിച്ചവരിൽ വെച്ച് ഏറ്റവും ദയയുള്ള ഒരാളാണ് ആന്റോണിയോ എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. ഇപ്പോൾ ആളുകൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ അതിനൊക്കെ ആ പ്രശ്നത്തിലൊക്കെ അവരുടെ കൂടെ നിൽക്കാൻ എപ്പോഴും ഓടി വരുന്ന ആളായിരുന്നു അദ്ദേഹം അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൈൻഡസ്റ്റ് ആയിട്ടുള്ള മാനാണെന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ വാസ് ബെസാനിയോ? ബെസാനിയോ എങ്ങനെയുള്ള ആളായിരുന്നു? എങ്ങനെയുള്ളതാണ്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ബെസാനിയോ വാസ് എ നോബിൾ വെനീഷ്യൻ ഹു വാസ് നോട്ട് വെരി റിച്ച്. He had lived a luxurious life and squandered all the little money he had. Okay, ഈ സെൻറ്റൻസ് തന്നെ അതുപോലെ എഴുതിയാൽ മതി. Then fourth question, which sentence shows the intimate friendship between Antonio and Bassanio? ഇവിടെ ആന്റോണിയോയും ബെസാനിയോയും തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന, അവരുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴം കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, ലാസ്റ്റ് സെൻറ്റൻസ് ആണ് അല്ലേ. ഇറ്റ് സീംഡ് they had but one heart and one purse between them. Okay, then fifth question, pick out the word from the passage which means to spend money foolishly. ഈ പാസേജിൽ നിന്നൊരു വേർഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആ വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കണം? ടു സ്പെൻഡ് മണി ഫൂളിഷ്ലി. പണം വെറുതെ പാഴാക്കി കളയുക എന്നുള്ളൊരു അർത്ഥം വരുന്ന വേർഡ്. സോ ഏതാ വരുന്നത്? യെസ്, ഇവിടെ പറയുന്നുണ്ട് അല്ലേ. സ്ക്വാണ്ടർ എന്ന് പറയുന്ന ഒരു വേർഡാണ് ദൂർത്തടിച്ച് കളയുക എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഈസി ആയിരിക്കും. നിങ്ങൾ പാസേജ് നല്ല രീതിയിലൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6 to 9. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദി പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു പോയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നുള്ള കുറച്ച് ലൈൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ അത് വായിച്ച് നോക്കിയിട്ട്
മുകളിൽ ആക്ടിവിറ്റിയുടെ പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കാം. ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ്. സോ നമുക്ക് നോക്കാം. ദർ ഈസ് എ ഹൗസ് ന്യൂ ഫാർ എവേ വൺസ് ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡെഡ്. എന്താണ്? എനിക്ക് സ്നേഹം കിട്ടിയിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അതെവിടെയാണ്? ഇവിടെ നിന്നും ഒരുപാട് ദൂരെയാണ്. ആ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മരിച്ചു പോയിട്ടുണ്ട്. The house withdrew into silence. Snakes moved among books. അതിനുശേഷം ആ വീട് എന്തായിട്ടുണ്ട്? സൈലൻസ് ആയിട്ടുണ്ട് അല്ലേ? നിശബ്ദതയായിട്ടുണ്ട്. ദെൻ അതുപോലെ ബുക്കുകൾക്ക് മുകളിലൂടെയൊക്കെ പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ഞാനാണെങ്കിൽ എന്തായിരുന്നു? വായിക്കാനൊന്നുമുള്ള അത്രയും ചെറുതായിരുന്നു അല്ലേ? വായിക്കാനുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. അതിനേക്കാളും നല്ല ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. അതുപോലെ എൻ്റെ ബ്ലഡൊക്കെ മൂണിനെ പോലെ, ചന്ദ്രനെ പോലെ ആകെ തണുത്തിട്ടുണ്ടായിരുന്നു. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദർ. ഞാൻ എപ്പോഴും ചിന്തിക്കും അവിടേക്കൊന്ന് പോകണമെന്ന്. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. എന്തിനു വേണ്ടിയിട്ടാ? അവിടെയുള്ള ആ ജനലിനുള്ളിലൂടെ ഒന്ന് പുറത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, തണുത്ത കാറ്റിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ആ തണുത്ത കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓർ ഇൻ വൈൽഡ് ഡെസ്പയർ പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. അങ്ങേയറ്റം നിരാശയോടുകൂടി ഒരു കൈ നിറയെ ഡാർക്ക്നെസ്, ഇരുട്ട് എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിന് പിറകിൽ ഞാൻ അതിനെ സൂക്ഷിച്ചു വെക്കും. എന്തുപോലെ എന്നാണ് പറയുന്നത്? ഒരു മുരളുന്ന, അല്ലെങ്കിൽ ഒരു കാവൽ നായയെ പോലെ എൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിന് പുറകിൽ എനിക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് കുറച്ച് ഡാർക്ക്നെസ്, ഇരുട്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 6th ക്വസ്റ്റ്യൻ, വിച്ച് ഹൗസ് ഈസ് മെൻഷൻഡ് ഇൻ ദി ഫസ്റ്റ് ലൈൻ. ഈ പോയത്തിൻ്റെ ആ ഫസ്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, പറഞ്ഞിരിക്കുന്നത് ഏത് വീടിനെ കുറിച്ചാണെന്നാണ് ചോദിക്കുന്നത്. ഏത് വീടാണ്? യെസ്, നമുക്കറിയാമല്ലേ, ദ പോയറ്റ്സ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഗ്രാൻഡ് മദറിൻ്റെ, മുത്തശ്ശിയുടെ വീടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then 7th question, what happened to the house after the death of grandmother? ഗ്രാൻഡ് മരണത്തിന് ശേഷം ആ വീടിന് എന്താണ് സംഭവിച്ചത്? യെസ്, ഇവിടെ ലൈന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദി ഹൗസ് withdrew into silence. Snakes moved among books. വീടൊക്കെ എന്തായി? ആകെ സൈലൻ്റായി. അതുപോലെ തന്നെ ബുക്കുകൾക്ക് മീതെ പാമ്പുകൾ ഇഴയാനൊക്കെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അല്ലേ. Then 8th question, how are the eyes of the windows described? എങ്ങനെയാണ് ഐസ് ഓഫ് ദ വിൻഡോസ്, ആ ജനലകളെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? യെസ്, ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ഓക്കെ, ആ ലൈനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ദെൻ 9th question, pick out an instance of simile from the lines above. ഇവിടെ മുകളിൽ തന്നിരിക്കുന്ന ലൈൻസിൽ നിന്ന് നിങ്ങളോട് സിമിലിക്കുള്ള ഒരു എക്സാമ്പിൾ, സിമിലി വരുന്ന ഒരു ലൈന് നിങ്ങളോട് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സിമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് അങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായി ഉപമിക്കുമ്പോൾ, അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. സോ ഇവിടെ ഏതാണ് സിമിലി വരുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, നമ്മൾ ലൈക്ക് വരുന്ന സെൻറ്റൻസ് നോക്കി എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. എൻ്റെ ബ്ലഡ് മൂണിനെ പോലെ ആകെ തണുത്ത് പോയി എന്ന് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് questions 10 to 14. Read the passage carefully and answer the following questions that follow. ഇനി ഇവിടെ തന്നിരിക്കുന്ന പാസേജ് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസും പോലെ തന്നെയാണ് ഇതും, പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മുകളിൽ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസും എങ്ങനെയായിരുന്നു? ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയായിരുന്നു അല്ലേ. പക്ഷേ ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പാസേജാണ്. വായിച്ച് നോക്കാം അല്ലേ. Some frogs were traveling through woods and 2 of them accidentally fell into a pit. കുറച്ച് തവളകൾ ഇങ്ങനെ വുഡ്സിലൂടെ, വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിൽ 2 എണ്ണം അബദ്ധത്തിൽ ഒരു കുഴിയിൽ വീഴാണ് ചെയ്യുന്നത്. The other frogs, which were safe upside, understood how deep the pit was and saw no hope for the frogs to escape out of it.
ദെൻ ആ മുകളിൽ സേഫായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്ന മറ്റ് തവളകൾക്ക് മനസ്സിലാകുകയാണ് അല്ലേ, മുകളിൽ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് എന്ത് ഡീപ്പായിട്ടുള്ള എന്ത് ആഴത്തിലുള്ള കുഴിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇവർക്ക് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. ബോത്ത് ഓഫ് ദീസ് ഫ്രോഗ്സ് സ്റ്റാർട്ടഡ് ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി പിറ്റ് ബട്ട് ഫെയിൽഡ് മെനി ടൈംസ്. പക്ഷേ ആ കുഴിയിൽ വീണ്ടുള്ള 2 ഫ്രോഗ്സ് ഉണ്ടല്ലോ, അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഒരുപാട് പ്രാവശ്യം അവർ ഫെയിൽ ആവുകയാണ് അല്ലേ, ആ ശ്രമമൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ദ ഫ്രോഗ്സ് on the safe side shouted at them to give up the pain of trying as it was not possible. സേഫ് സൈഡിൽ നിൽക്കുന്ന ഫ്രോഗ്സ് അവരോട് വിളിച്ച് പറയുകയാണല്ലേ, നിങ്ങൾ ട്രൈ ചെയ്യലൊക്കെ നിർത്തിക്കോളൂ, എന്താ അതൊരിക്കലും പോസിബിൾ അല്ല, നിങ്ങൾ എന്താ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല, രക്ഷപ്പെടൂല എന്നൊക്കെ അവരോട് പറയാണ് അല്ലേ. Eventually, one frog heard the other frogs and decided to stop trying and fell down to death. അപ്പോൾ എന്ത് സംഭവിച്ചു, അതിൽ ഒരു ഫ്രോഗ് ഇത് കേട്ടൂലേ, ഈ ഫ്രോഗ് പറയുന്നത് കേൾക്കുകയും അവനെ ആ ട്രൈ ചെയ്യൽ, അവനെ പരിശ്രമിക്കലൊക്കെ നിർത്തുകയും മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്തു. However, the other frog went on trying and at last managed to reach the top. പക്ഷേ മറ്റേ തവള എന്ത് ചെയ്തു, ഒരാളാണ് ഡെഡ് ആയിട്ടുള്ളൂ അല്ലേ, മറ്റേ ഫ്രോഗ് എന്ത് ചെയ്തു, അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് അവസാനം അത് ടോപ്പിൽ മുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ദി അതർ ഫ്രോഗ്സ് ആസ്ക്ഡ് ഹിം, ഡിഡ് യു നോട്ട് ഹിയർ അസ്? മറ്റുള്ള തവളകൾ അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി വാസ് ഡഫ് ആൻഡ് തോട്ട് അതർ ഫ്രോഗ്സ് വർ എൻകറേജിങ് ഹിം ടു ഗെറ്റ് ഔട്ട്. അപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണല്ലേ, അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ എന്താണ് ഡഫാണ്, ബധിരനാണ്, എനിക്ക് ചെവി കേൾക്കൂല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ എന്നെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യാണ്, കയറി വരാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സം പീപ്പിൾ അറൗണ്ട് യു മേ ആസ്ക് യു ടു ബി ഓൺ എ സേഫർ സൈഡ് ഓൾവേസ് ആൻഡ് സ്റ്റോപ്പ് ട്രൈയിങ് ആൻഡ് ടേക്കിംഗ് റിസ്ക്സ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ചില ആളുകൾ നമ്മോട് എപ്പോഴും എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പരിശ്രമിക്കുകയൊന്നും വേണ്ട, റിസ്ക് ഏറ്റെടുക്കുകയൊന്നും വേണ്ട, എപ്പോഴും സേഫായിട്ടുള്ള സൈഡ് സേഫായിട്ടിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൗവർ എന്നിരുന്നാലും ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഒരു വേദനയില്ലാതെ നമുക്കൊരു നേട്ടവും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. സോ ട്രൈ ഹാർഡ് ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ് ഡെസ്പൈറ്റ് വാട്ട് ലൈഫ് ഓഫേഴ്സ് യു. ജീവിതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അതിനെയൊക്കെ എതിരിട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. 10th ക്വസ്റ്റ്യൻ, വേർ വർ ദ ഫ്രോഗ്സ് ട്രാവലിംഗ് ത്രൂ? എവിടേക്കാണ് ആ ഫ്രോഗ്സ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ദി ഫ്രോഗ്സ് വർ ട്രാവലിംഗ് ത്രൂ വുഡ്സ്. വനത്തിലേക്കാണ് അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. 11th one, what did the frogs on the safe side shout? ആ സേഫ് സൈഡിൽ നിന്നിരുന്ന ആ ഫ്രോഗ്സ് എന്തായിരുന്നു മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ്? ദി ഫ്രോഗ്സ് ഓൺ ദി സേഫ് സൈഡ് ഷൗട്ടഡ് അറ്റ് ദം ടു ഗിവ് അപ്പ് ദ പെയിൻ ഓഫ് ട്രൈയിങ് ആസ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ട്രൈ ചെയ്യുക, വീണ്ടും പരിശ്രമിക്കാതെ അതെന്ത് ചെയ്യാൻ അവരോട് പറയുന്നത്, സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ 12th question, what was the explanation given by the frog that reached safely to the top of the pit? ആ പിറ്റിൻ്റെ കുഴിയുടെ മുകളിലേക്ക് സേഫായിട്ട് എത്തിയിട്ടുള്ള ആ ഒരു ഫ്രോഗിന് മറ്റുള്ളവർക്ക് നൽകാനുള്ള എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? എന്താണ് അവൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി വാസ് ഡഫ് ആൻഡ് തോട്ട് അതർ ഫ്രോഗ്സ് വർ എൻകറേജിങ് ഹിം ടു ഗെറ്റ് ഔട്ട്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ, അവന് ഡഫാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവനെ മുകളിലേക്ക് കയറി വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് അവന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു. നെക്സ്റ്റ്, ഹൗ ക്യാൻ വൺ അച്ചീവ് സക്സസ് ഇൻ ലൈഫ്? എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് കഴിയുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ട്രൈ ഹാർഡ് ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ് ഡെസ്പൈറ്റ് വാട്ട് ലൈഫ് ഓഫേഴ്സ് യു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഈ സെൻറ്റൻസ് ഒക്കെ കറക്റ്റ് അതുപോലെ എടുത്തെഴുതിയാൽ മതി. ദെൻ 14th ക്വസ്റ്റ്യൻ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ, ഒരു പേര് കൊടുക്കാനാണ് പറയുന്നത്. എന്ത് കൊടുക്കാം? നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. വേദനയില്ലാതെ നമുക്ക് ഒരു ഗെയിനും ഒരു നേട്ടവും നേടാനായിട്ട് സാധിക്കില്ല.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എക്സാമിന് ഉറപ്പായിട്ടുണ്ടാകുന്നതാണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾ ആ തന്നിരിക്കുന്ന പാസേജ് നന്നായി റീഡ് ചെയ്ത് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സെൻറ്റൻസ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇനി ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് എല്ലാ വീലർ വിൽകോക്സ് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെയറെവർ നെസസറി. നിങ്ങളോട് ഇവിടെ എല്ലാ വീലർ വിൽകോക്സിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ആവശ്യമുള്ള ലിങ്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലിങ്കേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ, ഈ ഓണ്, ഇന്ന്, അറ്റ് അങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്യൂലേ, അത് നിങ്ങൾ കറക്റ്റായിട്ട് വേണം യൂസ് ചെയ്യാൻ. ആ ഒരു കാര്യം മാത്രമേ ഈ പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും അല്ലേ. നെയിം തന്നിട്ടുണ്ട്, ബർത്ത് തന്നിട്ടുണ്ട്, പ്ലേസ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്, അതുപോലെ നാഷണാലിറ്റി, നോട്ടബിൾ വർക്ക്, ഓട്ടോബയോഗ്രഫി, ഡെത്ത്, ഇതൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മാത്രം മതി. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രിപ്പോസിഷൻസ് കറക്റ്റായി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലാണ് നിങ്ങളുടെ മാർക്കൊക്കെ പോവാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണം. ഹെഡിങ് എന്ന് പറയുമ്പോൾ എന്താ, ആരുടെ പ്രൊഫൈലാണോ അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇവിടെ എല്ലാ വീലർ വിൽകോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ എഴുതി നോക്കാം അല്ലേ. എല്ലാ വീലർ വിൽകോക്സ് വാസ് ബോൺ ഇൻ 1815 അറ്റ് ജോൺസ്റ്റൗൺ ഇൻ USA. ഇവിടെ എന്താ നമ്മൾ കണ്ടല്ലോ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ, എല്ലാ വീലർ വിൽകോക്സ് ജനിച്ച വർഷം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇയർ മാത്രം, വർഷം മാത്രം തരുന്നതെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഇന്നാണ് യൂസ് ചെയ്യുക. ഇനി അവിടെ വർഷമല്ലാതെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റും മാസവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇന്ന് യൂസ് ചെയ്യരുത്, ഓൺ യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ബർത്ത് പ്ലേസ് തന്നിട്ടുള്ളതും 2 സ്ഥലങ്ങളുണ്ട് അല്ലേ. USA ജോൺസ് ടൗൺ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 സ്ഥലം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്ന ആ സ്ഥലത്തിന് എന്ത് യൂസ് ചെയ്യുക, അറ്റ് യൂസ് ചെയ്യാം, അറ്റ് ജോൺസ് ടൗൺ. ദെൻ നെക്സ്റ്റ് വരുന്ന ആ സ്ഥലത്തിൻ്റെ കൂടെ വേണം ഇൻ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാതെ ഒരു സ്ഥലം മാത്രം USA എന്ന് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മാത്രം അവിടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഷി വാസ് എ ഫേമസ് അമേരിക്കൻ പോയറ്റ് ആൻഡ് ഓതർ. ദെൻ എന്താ, അവർ ഒരു അമേരിക്കൻ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അമേരിക്കൻ പോയറ്റും ഓതറുമാണ്. അപ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ, ഈസ് യൂസ് ചെയ്യരുത് ഇങ്ങനെയുള്ള പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ. ഇനി അവരുടെ നോട്ടബിൾ വർക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹെർ മോസ്റ്റ് നോട്ടബിൾ വർക്ക് വാസ് സോളിറ്റ്യൂഡ്. ഓക്കെ, ദെൻ ദി വേൾഡ്സ് ആൻഡ് ഐ വാസ് ഹെർ ഓട്ടോബയോഗ്രഫി. അവളുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്, ദി വേൾഡ്സ് ആൻഡ് ഐ എന്ന് പറയുന്നതാണ്. ദെൻ അവസാനം അവരുടെ മരണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം, അതിൽ ഡേറ്റിൽ എന്താ, ഇയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നമ്മൾ ഇവിടെയും എന്ത് യൂസ് ചെയ്യുക, ഇൻ യൂസ് ചെയ്യാം. ഷി ഡെഡ് ഇൻ 1919. ഇവിടെ എന്താ, ഇയർ അല്ലാതെ കറക്റ്റായിട്ടുള്ള ഡേറ്റും എന്താ മാസവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇൻ യൂസ് ചെയ്യരുത്, ഓൺ യൂസ് ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 to 17. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ഫോളോയിങ്. 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ നോക്കാം അല്ലേ. ദ ഡിസ്ക്വൈസ്ഡ് പോഷ്യ സേവ്ഡ് ദ ലൈഫ് ഓഫ് ആന്റോണിയോ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഷൈലോക്ക് ഇൻ ദ സ്റ്റോറി ദി മെർച്ചന്റ് ഓഫ് വെനീസ്. ആ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന സ്റ്റോറിയിൽ എന്താ, ഷൈലോക്കിന്റെ കയ്യിൽ നിന്ന് ആന്റോണിയയെ ആ പോർഷ്യ ജയിപ്പിക്കുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ ദി ട്രയൽ ഇൻ ദി കോർട്ട് ഓഫ് ദ ഡ്യൂക്ക് ആന്റോണിയോ മെറ്റ് ഷൈലോക്ക്. അങ്ങനെ ഈ കോടതിയിലെ ഇത് വിധിയൊക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയിട്ട് ആന്റോണിയോ ഷൈലോക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ട് എ പോസിബിൾ ഡയലോഗ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ഡയലോഗ്സ്, അവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക, ആ ഒരു കോൺവേഴ്സേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ ഇൻസിഡൻസ് വിച്ച് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ്. ആ റോസ പാർക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ,
ആ സംഭവം എന്താണെന്ന് നിങ്ങളോടൊരു പാരഗ്രാഫാക്കി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്, ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതുന്നത്. ഓക്കെ, നോക്കാം അല്ലേ എങ്ങനെ എഴുതാം. ഇവിടെ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് 5 മാർക്കാണ്. സോ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സോ എന്താണ്, when she left her workplace on December 1st 1955 her only thought was to take rest. അവൾ വർക്കൊക്കെ കഴിഞ്ഞ് വർക്ക് പ്ലേസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ മനസ്സിലുള്ള ആകെയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കണം, ഒന്ന് വിശ്രമിക്കണം എന്നുള്ളതായിരുന്നു അല്ലേ. When she got into the bus, so many seats were vacant and she occupied one seat. അങ്ങനെ അവൾ ബസ്സിൽ കയറിയ ടൈമിൽ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്, അതിലൊരു സീറ്റിൽ കയറിയിരുന്നു. The rule was that black passengers had to up their seats when white passengers came in. പക്ഷേ ആ ബസ്സിലുള്ള നിയമം എന്ന് പറയുന്നത് എന്തായിരുന്നു, ബ്ലാക്ക് പാസഞ്ചേഴ്സ് വൈറ്റ് പാസഞ്ചേഴ്സ് കയറി കഴിഞ്ഞാൽ ബ്ലാക്ക് പാസഞ്ചേഴ്സ് അവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു. ഷി റിഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ഫോർ എ വൈറ്റ് പാസഞ്ചർ. അങ്ങനെയുള്ള ഒരു വൈറ്റ് പാസഞ്ചർ കയറിയപ്പോൾ അവൾ എന്ത് ചെയ്തു, അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നതിന് റെഫ്യൂസ് ചെയ്യാണ് ചെയ്യല്ലേ, നിരസിക്കുകയാണ് ചെയ്തത്. അവൾ അതിൽ സമ്മതിച്ചു കൊടുത്തില്ല. They brought the police in and they arrested Rosa. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, ബസ്സേർ പോലീസിനെ വിളിക്കുകയാണ്, അങ്ങനെ റോസയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഇൻസിഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18 to 20. ആൻസർ എനി 2 ഓഫ് ദി ഫോളോയിങ്. താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ, അതിലേതെങ്കിലും 2 മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 18th question. The boy in the story, the nightingale and the rose, was very sad when he was rejected by his beloved. He decided to write a letter to one of his intimate friends. Draft the likely letter. ഇവിടെ ഒരു ലെറ്റർ എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. ദി നൈറ്റിംഗിൾ ആൻഡ് ദി റോസ് എന്ന് പറയുന്ന ആ സ്റ്റോറിയിലെ ആ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊഫസറുടെ ഡോക്ടറെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അവൾ എന്താ ചെയ്യുന്നത്, അവൾ അവൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാതെ അവനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന്, അവൻ്റെ ഉറ്റ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതുകയാണെന്ന് വിചാരിക്കാം. ആ ഒരു ലെറ്ററാണ് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലെറ്റർ എഴുതാനുള്ളത് ഫ്രണ്ടിനാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഫോമൽ ലെറ്റർ അല്ല ഇവിടെ വരുന്നത്, ഇൻഫോമൽ ലെറ്റർ ആണ് അല്ലേ, ഒരു സാധാ ഒരു ലെറ്ററാണ്. സോ നമ്മൾ എങ്ങനെയാണ് ആ ലെറ്ററിൻ്റെ ഫോമാറ്റ് വരുന്നത്, ജസ്റ്റ് പ്ലേസും ഡേറ്റും കൊടുക്കുക, ദെൻ അതുപോലെ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി അല്ലേ, അല്ലാതെ ഫ്രമും ടൂവും ഒക്കെ ഉൾപ്പെടുത്തി എഴുതേണ്ട ലെറ്റർ അല്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ ലെറ്ററിൻ്റെ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ദെൻ നമുക്ക് എഴുതി നോക്കാം അല്ലേ. ഇവിടെ ഒരു മോഡൽ ലെറ്റർ കൊടുക്കുന്നുണ്ട്. സോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അത്യാവശ്യം കുറച്ചൊക്കെ ലെങ്തി ആയിട്ട് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഡിയർ ടോം, ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ആൻഡ് യുവർ ഫാമിലി ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. കൺവേ മൈ ബെസ്റ്റ് റിഗാർഡ്സ് ടു ദം. ഫസ്റ്റ് നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം അല്ലേ. ഈ ലെറ്റർ നിൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരോടും എൻ്റെ അന്വേഷണം അറിയിക്കുക എന്നൊക്കെ പറയുകയാണല്ലേ. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു എബൌട്ട് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ്. ഈ ലെറ്റർ ഞാൻ നിനക്ക് എഴുതുന്നത് ഒരു ടച്ചിങ് ആയിട്ടുള്ള, എന്നെ അത്രയും ഫീൽ ചെയ്യിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് നീയുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യു നോ, ഐ വാസ് ഇൻ ലവ് വിത്ത് പ്രൊഫസേഴ്സ് ഡോട്ടർ. ഐ തോട്ട് ദാറ്റ് ഷി ഫെൽറ്റ് ദ സെയിം വേ അബൌട്ട് മീ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷി റിജക്റ്റഡ് മീ ലാസ്റ്റ് നൈറ്റ്. നിനക്കറിയാലോ, എനിക്ക് പ്രൊഫസറുടെ മകളെ ഇഷ്ടമായിരുന്നെന്ന്. ഞാൻ വിചാരിച്ചത് അവൾക്കും അതുപോലെ തന്നെയാണെന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായി അവൾ എന്നെ ഇന്നലെ റിജക്റ്റ് ചെയ്തു. ഷി റിജക്റ്റഡ് മൈ ലവ് ആൻഡ് ത്രോ മൈ റെഡ് റോസസ് ടു സ്ട്രീറ്റ് ഫോർ അക്സെപ്റ്റിംഗ് ദ പേഴ്സൺ ഹു ഗാവ് ഹർ ലക്ഷൂറിയസ് ഗിഫ്റ്റ്. അവൾ എന്നെ റിജക്റ്റ് ചെയ്യുകയും ഞാൻ കൊടുത്ത റെഡ് റോസ് സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അല്ലേ. ദെൻ അവൾ എന്താ ചെയ്തിട്ടുള്ളത്, അവൾക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുത്ത ഒരാളെ അവൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഷി ഡസൻറ്റ് നോ മൈ ലവ് ബിഹൈൻഡ് ദ റെഡ് റോസസ്. ആ റെഡ് റോസസിന് പുറകിലുള്ള എൻ്റെ സ്നേഹം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നോറ വാല്യൂസ് മണി മോർ ദാൻ ലവ്. സ്നേഹത്തെക്കാൾ കൂടുതൽ അവൾ പണത്തിനാണ് വില കൽപ്പിക്കുന്നത്. ഐ കനോട്ട് എക്സ്പ്രസ് ഹൗ ഐ ഫീൽ റൈറ്റ് നൗ. ഐ ഫീൽ ലോസ്റ്റ് ആൻഡ് അലോൺ. മൈ ഹെഡ് ബ്രേക്ക് വെൻ ഐ തിങ്ക് അബൌട്ട് ഹർ. എനിക്കറിയില്ല എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്കാകെ ഒറ്റപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്.
അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ് എന്നൊക്കെ എഴുതാണ് അല്ലേ. ദെൻ ലാസ്റ്റ് എന്ത് എഴുതുന്നുണ്ട്? ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഓഫർ മീ സം കംഫർട്ട് ഡ്യൂറിങ് ദിസ് ടൈം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിനക്ക് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുമെന്ന്. താങ്ക്സ് ഫോർ ലിസണിങ് ടു മീ ആൻഡ് ഫോർ ബീയിങ് ദ ഫോർ മീ. എന്താ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതിനും അതുപോലെ എന്താ ഞാൻ പറഞ്ഞ ഈ ലെറ്റർ ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്നല്ലോ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് എന്ന് പറയാണ്. ദെൻ അവസാനം ലെറ്ററിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്താൽ യുവേഴ്സ് ലവിങ്ലി സ്നേഹത്തോടെ ദെൻ സൈൻ കൊടുക്കുക അല്ലേ, ഒപ്പ് കൊടുക്കുക. അതുപോലെ എഴുതുന്ന ആളെ പേരും കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് ദ സ്റ്റോറി ദ മെർച്ചന്റ് ഓഫ് വെനീസ്. Being the secretary of the club, you are asked to prepare a notice to invite all to watch it. Draft the notice. നിങ്ങൾ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന സ്റ്റോറി എന്താ സ്റ്റേജ് പ്ലേ ആക്കാൻ അല്ലേ, സ്റ്റേജിൽ എന്താ അവതരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദെൻ നിങ്ങളാണ് ആ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന് വിചാരിക്കുക. ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടീസ് എഴുതാനാണ് അല്ലേ. നോട്ടീസ് എഴുതാൻ നിങ്ങൾക്കറിയാലോ, ഇവിടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഫസ്റ്റ് മുകളിൽ നമ്മൾ നോട്ടീസ് എന്ന് എഴുതുക. ദെൻ എവിടെയാണോ നമ്മുടെ സ്കൂളിൻ്റെ പേര് ആദ്യം കൊടുക്കുക അല്ലേ. എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്? നമ്മുടെ സ്കൂളിലാണ്, അപ്പോൾ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ദെൻ എന്താണ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ? സ്റ്റേജിങ് ഓഫ് ദി പ്ലേ ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് അല്ലേ. അപ്പോൾ അത് കൊടുക്കുക. ദെൻ അടുത്തത് എന്ത് ചെയ്താൽ ഡിയേഴ്സ് എന്ന് എഴുതുന്നുണ്ട് അല്ലേ. എന്താ? ഒരു അഭിസംബോധന, മാന്യരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന് എഴുതുക. ദെൻ എന്താണ് സംഭവം എന്ന് ബാക്കി എഴുതുക അല്ലേ. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GVHSS കാലിക്കറ്റ് ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് ദ പ്ലേ ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ആ ഒരു സ്റ്റോറി എന്താ ഒരു സ്റ്റേജ് പ്ലേ ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്ത് ചെയ്താൽ ദെൻ ടൈമും പ്ലേസൊക്കെ കൊടുക്കുക അല്ലേ. അറ്റ് 3 PM ഓൺ 3rd December ഇൻ ദി സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ December 3 3 മണിക്കാണ് പ്രോഗ്രാം അല്ലേ. ദെൻ അവസാനം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൾ ആർ വെൽക്കം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ എഴുതിയ പോലെ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു ജോയിൻ അസ് ഫോർ ആൻ ആഫ്റ്റർനൂൺ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ലേണിംഗ് ആൻഡ് ഫൺ. എല്ലാ വിദ്യാർത്ഥികളെയും ടീച്ചേഴ്സിനെയും ഈ ഒരു വൈകുന്നേരത്തെ ആ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക്, ആ ഒരു ഫണ്ണിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അടിയിൽ ആരാണ് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്? സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. ദെൻ ഈ സൈഡിൽ നോട്ടീസ് ഇറക്കുന്ന ആ ഒരു ഡേറ്റും പ്ലേസും കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലെസൺ School for Sympathy highlights the values like empathy and kindness. The writer E.V. Lucas was very much impressed by the education system of the school. He writes his thoughts in the form of a diary. Prepare the likely diary entry. ഇവിടെ E.V. ലുക്കാസ് മിസ് ബീമിൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെയുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫീലിങ്സ് എല്ലാം, ആ സ്കൂളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എല്ലാം അദ്ദേഹം ഡയറിയിൽ എഴുതാണെന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക? ആ ഒരു ഡയറിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ 3 ക്വസ്റ്റ്യൻസിൽ ലെറ്റർ ഉണ്ട്, നോട്ടീസ് ഉണ്ട്, ഡയറി ഉണ്ട് അല്ലേ. ഏതെങ്കിലും 2 എണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ആൻസർ ചെയ്യാം. ദെൻ E.V. ലൂക്കാസിൻ്റെ ഡയറി നോക്കാം അല്ലേ. ഫസ്റ്റ് ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക, ഡേ കൊടുക്കാം. ദെൻ എന്താണ് അന്നത്തെ ആ ഫീലിങ്സ് മൊത്തം അതിൽ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് നോക്കാം. ടുഡേ ഐ വിസിറ്റഡ് മിസ് ബീംസ് സ്കൂൾ. ഇന്ന് ഞാൻ മിസ് ബീമിൻ്റെ സ്കൂള് സന്ദർശിച്ചു. വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ഇറ്റ് ഈസ്. എന്ത് നല്ലൊരു സ്ഥലമാണത്. വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേർ ഡിഡ് ഷീ ഗെറ്റ് ദീസ് ഐഡിയാസ്. അവൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ കിട്ടിയത്. ഹൗ ഫോർച്യുനേറ്റ് ആർ ദി ചിൽഡ്രൻ ദർ. ഹൗ ഫൂളിഷ് ആർ ദ കോമൺ പേരൻസ് ലൈക്ക് മീ. അവിടെയുള്ള കുട്ടികളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്. ഹൗ ഫൂളിഷ് ആർ ദ കോമൺ പേരൻസ് ലൈക്ക് മീ. എന്നെ പോലെയുള്ള ഈ സാധാരണ പേരൻസ് ഒക്കെ എന്ത് വിഡ്ഢികളാണ്. ഹൗ മച്ച് ബർഡൻ ഡു അവർ ചിൽഡ്രൻ ക്യാരി. ഹൗ മച്ച് പ്രഷർ ഡു വി ഗിവ് ടു അവർ ചിൽഡ്രൻ. ഫോർ വാട്ട്. എന്താ പറയുന്നത്? നമ്മുടെ കുട്ടികൾ എത്ര വലിയ ഭാരമാണ് വഹിക്കുന്നത് അല്ലേ. എന്ത് പ്രഷറാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത്. എന്തിനാണ് ഇതൊക്കെ? ആർൻറ്റ് വി ഫോഴ്സിങ് അവർ ചിൽഡ്രൻ ടു ബിക്കം മണി മേക്കിംഗ് മെഷീൻസ്.
നമ്മുടെ കുട്ടികളെ എന്താ മണി മേക്കിംഗ്, പണം ഉണ്ടാക്കുന്ന മെഷീൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. ഡു ഹാവ് എനി ഹ്യൂമൻ ക്വാളിറ്റീസ് ഇൻ ദം? അവരിൽ എന്തെങ്കിലും ഹ്യൂമൻ ക്വാളിറ്റീസ് ഉണ്ടോ? Where will our children learn human qualities if not from schools? സ്കൂളിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പിന്നെ എവിടെ നിന്നാണ് എന്താ ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ പഠിച്ചെടുക്കുക? എനിവേ ഐ എം ഗോയിങ് ടു സെൻഡ് മൈ ചിൽഡ്രൻ ടു മിസ് ബീംസ് സ്കൂൾ. എന്തായാലും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ കുട്ടികളെ മിസ് ബീമിൻ്റെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21, എഡിറ്റ് ദ ഫോളോയിങ്. എഡിറ്റ് ചെയ്യാനുള്ളതാണ്. The old man speak kindly to the lad and asked him some hard questions. എന്താ ആ ഓൾഡ് മാന് ആ കുട്ടിയെ എന്താ ദയോടെ എന്താ ആ കുട്ടിയോട് സംസാരിക്കുകയാണ് അല്ലേ. ദെൻ അവനോട് കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്പീക്ക് എന്നത് എന്താ പ്രസൻറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാ? പാസ്റ്റ് ഫോമിലാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇവിടെ ഈ സെൻറ്റൻസിൽ ആസ്ക്ഡ് എന്ന് പറയുന്നത് ഇ വരുമ്പോൾ എന്താ അത് പാസ്റ്റ് ഫോമാണ് വരുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും ഈ തന്നിട്ടുള്ള സ്പീക്ക് എന്ന് പറയുന്ന വേർബിനെയും നമ്മൾ എന്താ പാസ്റ്റ് ഫോമിലേക്ക് ആക്കുക. അപ്പോൾ എന്ത് വരും? സ്പീക്കിൻ്റെ പാസ്റ്റ് ഫോം വരുന്നത് സ്പോക്കാണ് അല്ലേ. അത് എഴുതാം. സോ ക്ലെവർ വാസ് ദി ആൻസേഴ്സ്. ഇവിടെ എന്താ വാസ് അല്ല വേറാണ് യൂസ് ചെയ്യുക. കാരണം എന്താ ആൻസർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ആൻസേഴ്സ് എന്നാണ് അല്ലേ, ഉത്തരങ്ങൾ. അപ്പോൾ അത് പ്ലൂരലാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേർ വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലേ. വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. Then that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. ഇവിടെ ഫെല്ലോ എന്ന് പറയുന്നതിൽ എന്താ മിസ്റ്റേക്ക്? യെസ്, ഫെല്ലോയുടെ സ്പെല്ലിംഗ് ആണ് തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. സോ ഈസിയാണ് അല്ലേ. ഫെല്ലോയുടെ സ്പെല്ലിംഗ് എന്താ? FELLOW. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെയാണ് എഡിറ്റിങ്ങിൽ കൊടുക്കാറുള്ളത്. Then question 22, fill in the blanks with suitable prepositions given in the bracket. ഇവിടെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഫില്ല് ചെയ്യാനാണ്. അവിടെ എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. പ്രിപ്പോസിഷൻസ് ഒക്കെ താഴെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. എഴുതി നോക്കാം അല്ലേ. ടെറൻറ്റി കെയിം ഔട്ട് ഡാഷ് ദി കിച്ചൺ ഗാർഡൻ ആൻഡ് ബിഗിൻസ് സ്ട്രൈഡിങ് ഡാഷ് ദി വില്ലേജ് സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ എന്താ? ടെറൻറ്റി കെയിം ഔട്ട് ഓഫ് ദി കിച്ചൺ ഗാർഡൻ. ഔട്ട് ഓഫ് ദി കിച്ചൺ ഗാർഡൻ അല്ലേ. കിച്ചൺ ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദെൻ ബിഗിൻസ് സ്ട്രൈഡിങ് ഡാഷ് ദി വില്ലേജ് സ്ട്രീറ്റ്. അപ്പോൾ സ്ട്രൈഡിങ് ഡൗൺ ദി വില്ലേജ് സ്ട്രീറ്റിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. ഹി വാക്സ് ക്വിക്ക്ലി വിതൗട്ട് സ്റ്റോപ്പിംഗ് ഓർ ലുക്കിംഗ് ഫ്രം സൈഡ് ടു സൈഡ്. എന്താ അവന് എങ്ങനെയാണ് നടക്കുന്നത്? വേഗത്തിൽ നടക്കുകയാണ് അല്ലേ. എന്താ നടത്തം നിർത്തുന്നൊന്നുമില്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് നോക്കുന്നൊന്നുമില്ല, നേരെ നടന്നു പോവാണ്. 3 o'clock can hardly keep up with him.